സാർ, കഴിഞ്ഞ 20 കൊല്ലക്കാലമായിട്ടുള്ള വന്യജീവി അക്രമത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പല നടപടികൾ എടുത്തു എന്ന് നമ്മളിവിടെ പറയുകയും എന്നാൽ ഫലത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതെ പോവുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിബിഡ വനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആദിവാസികളാണ്. സാറേ, അവരെ നാട്ടിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട് എന്നുള്ളത് അങ്ങേക്കും അറിയാം. ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട്, എത്ര കുടുംബങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തിട്ടുണ്ട് എന്ന് വിശദീകരിക്കാം. വനമേഖലയിൽ ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളാൽ അവിടെ സംരക്ഷിക്കാൻ കഴിയുന്നത്ര ഭൂമി വിസ്തൃതിയുടെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്. നമ്മളത് വളരെ ഇത് കൂടിയ ഒരു ഭൂമിയാണുള്ളത്. അപ്പോൾ ആ ഭൂമിയുടെ വനമേഖലയുടെ അളവനുസരിച്ചുള്ളൊരു തോതിലുള്ളതല്ല ഇപ്പോഴത്തെ വന്യമൃഗ പ്രക്രിയ എണ്ണം എന്നുള്ളത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യാണ് നമ്മൾ വേണ്ടത്. പക്ഷേ കൺട്രോൾ ചെയ്യാൻ ദൗർഭാഗ്യവശാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിന് അങ്ങയുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.